ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞാനിതിന് മുന്നൊരു ഈദ് ഷോപ്പിങ്ങിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി തന്നെയാണ്, പക്ഷെ വേറൊരു ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഹസ്ബൻഡിന് എടുക്കാനുണ്ട്, മക്കൾക്ക് എടുക്കാനുണ്ട്, പിന്നെ എനിക്ക് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരുപാട് ലോങ് വീഡിയോ ആയി എന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റ് തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല അന്നത്തേന്ന് നമ്മൾ വേറൊരു ദിവസം പോയതാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ പിറ്റത്തെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ എടപ്പാൾ മോക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെൻസിൻ്റെ ഷോപ്പാട്ടോ. അത്യാവശ്യത്തിലധികം നല്ല പോലെ തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. നമ്മളൊരു ഉച്ച നേരത്താണ് വന്നിട്ടുണ്ടായിരുന്നത്, എങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഹസ്ബൻഡ് ഷർട്ടും എടുത്തിട്ട് പിന്നെ പോന്നു. പിന്നെ ഒരുപാട് തിരക്കായ കാരണം മക്കൾ കരച്ചിലൊക്കെ ആയിട്ട് പിന്നെ വേഗം അവിടുന്ന് പോന്നിട്ട് അവിടെ അടുത്ത് തന്നെ ലൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ടായിരുന്നു. ജെൻസിൻ്റെ തന്നെ ഷോപ്പാണ്. അപ്പോൾ അവിടുന്ന് ഹസ്ബൻഡിന് പിന്നെയും എടുക്കാൻ വേണ്ടി പറ്റി, കാരണം അവിടെ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഷർട്ടും പാൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നലെ അന്ന് പോയിട്ടുണ്ടായിരുന്നു, ഫാമിലിയിലായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ബാസ്യത്തിലോട്ടാണ് പോട്ടെ, തിരൂർ ബാസ്യത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നേരെ കോട്ടക്കൽക്ക് പോകാമെന്നായിരുന്നു. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി, ജസ്റ്റ് ബാസ്യത്തിലൊന്ന് കയറി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബാസ്യത്തിൽ കയറിയതാണ് കേട്ടോ. ഇപ്പോൾ ബാസ്യത്തിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, എല്ലായിടത്തും തിരക്ക്. അപ്പോൾ നമ്മൾ പെരുന്നാൾ സീസണായി, പെരുന്നാളായി, അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ തിരക്കുണ്ട്. പിന്നെ ഇത് നമ്മുടെ അറബിക് ഗൗൺ ടൈപ്പാണ്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതുണ്ട്, ബ്ലാക്ക് ആൻഡ് ബ്രൗണിൽ വരുന്നതുണ്ട്, പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഒരു ഫീഡിങ് മോഡലായിട്ട് നോക്കുന്നുണ്ട്. അല്ലാതെയും നമുക്ക് ഒന്നാമത് ഈ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളതാവും ഇഷ്ടമുണ്ടാവാം. പിന്നെ എനിക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമായി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കതിങ്ങനെ മനസ്സിക്കൊരു തൃപ്തി വന്നില്ലെങ്കിൽ എടുക്കാൻ മടി തോന്നും. വേറെ ആൾ നിർബന്ധത്തിന് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ അത് ഇടാനും തോന്നില്ല. പിന്നെ അവിടെ നിന്ന് എടുത്ത് പിന്നെ നമ്മൾ മാക്സിയുടെ സെക്ഷനിലോട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാക്സി ഹസ്ബൻഡിൻ്റെ ഉമ്മാക്കും എൻ്റെ ഉമ്മാക്കും നമ്മൾ മാക്സി ഇന്നലെ ഫാമിലിയിൽ നിന്ന് നമ്മളൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ ഈ റയോൺ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഒരു ക്ലോത്തിലാണ് ഞാൻ എടുക്കാറ്. കാരണം നല്ല ക്ലോത്താണ്, നല്ല കംഫർട്ടബിളാണ്. നമ്മൾ കോട്ടൻ്റെ പോലെ, കോട്ടൺ ആക്ച്വലി നമുക്ക് ചൂട് കാലത്തൊക്കെ ഒത്തിരി നല്ലതാണ്. പക്ഷേ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്ലോത്താണ്, നല്ലൊരു ക്ലോത്തിങ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ എടുത്ത ഡ്രസ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാകിസ്ഥാനി ചുരിദാറും കഫ്താനി, പാകിസ്ഥാനി ചുരിദാറും അഫ്ഗാനിസ്ഥാൻ എല്ലാ ടൈപ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു കൺഫ്യൂഷനായിട്ട് തോന്നുന്നുണ്ടാവും. ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഫാമിലിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കളക്ഷൻസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഞാനിതുപോലെ ചുരിദാർ ടൈപ്പിലുള്ള അതാണ് നോക്കിയത്. കഫ്താൻ ടൈപ്പിൽ വേണ്ടാന്ന് തോന്നിയിട്ട് ഞാനത് വല്ലാണ്ട് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചുരിദാർ ടൈപ്പാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രയലൊക്കെ ചെയ്ത് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ള മോഡൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മറ്റേ റേറ്റും കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ ടൈപ്പ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട്, അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സൊക്കെ അറിയിക്കുകയാണെങ്കിൽ ഏതുപോലത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുപോലത്തൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണല്ലോ. ആ ഒരു സന്തോഷം കൊണ്ട് എന്താ പറയുക, ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇതുപോലത്തെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനൊക്കെ നിങ്ങളാണല്ലോ
എല്ലാ യൂട്യൂബേഴ്സിനും വളർത്തിയെടുക്കുന്നത്. അതുപോലെ ഈ ഒരു കുഞ്ഞ് യൂട്യൂബറെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഒക്കെ ഒരു വിജയം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിലോട്ട് ഒത്തിരി പാർട്ടി വെയർ കളക്ഷൻസും സെമി പാർട്ടി വെയറും ഹെവി പാർട്ടി വെയറും എല്ലാം വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്ക് നമ്മൾ ഒത്തിരി പാർട്ടി വെയർ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാത്തത്. എന്താ പറയുക, അടുത്ത് കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് പാർട്ടി വെയർസ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമ്മൾ ഒരുപാട് വർക്കിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ആ ഒരു ദിവസത്തിനുണ്ട്, പിന്നെ ഇടുന്നതൊക്കെ ഒരു കണക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്കുള്ളൊരു സ്വഭാവമാണ്, കടയിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്ത് വീട്ടിൽ വന്നിട്ട് അതിൻ്റെ വില കണ്ടിട്ട് ഞാൻ എന്തിനാ ഡ്രസ്സ് എടുത്ത് ഇത്ര പൈസക്ക് എന്തിനാ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അത് പോയി മാറ്റുന്ന സ്വഭാവമുള്ള ആളാണ് എനിക്ക്. ആ പൈസക്ക് നമ്മൾ പോയിട്ട് ചിലപ്പോൾ രണ്ട് ഡ്രസ്സ് 3 ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു മനസ്സിൽ ഇതുണ്ടാവും കേട്ടോ. എനിക്ക് അത്യാവശ്യം പൈസ ഉണ്ടായിരിക്കും, പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പൈസൻ്റെ അടുത്തെന്ന് തോന്നിയിട്ട് തിരിച്ച് മാറ്റി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് 2-3 കൂട്ടമൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കലീസിൽ നിന്ന് കിറ്റ് അല്ലെങ്കിൽ ഇത് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കിറ്റ് പ്രീ ബുക്കിംഗ് ആണ്. കിറ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രീ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കറക്റ്റ് 2-3 മിനിറ്റ് ആയിട്ടുള്ളൂ. അതായത് കുറച്ച് ലേറ്റായി, നമ്മൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തലും നോമ്പ് തുറക്കലും ഒരുമിച്ചായിരുന്നു. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ട് ഇനി വീണ്ടും ഇൻഷാ അല്ലാഹ് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇത് നമ്മുടെ കൽമാസ് എന്ന് പറഞ്ഞൊരു സ്നാക്കാണ്. ഇതിൽ ചെമ്മീൻ്റെ ഫില്ലിംഗ് ആട്ടോ വെച്ചിട്ടുള്ളത്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇറച്ചിപ്പത്തിരി, സമൂസ, കട്ട്ലേറ്റ് എല്ലാം നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി. കുട്ടികൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ഷോപ്പുണ്ട്, ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആലത്തൂർ ഹിപ്പ് ഹോപ്പ് ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ്. ഇതിപ്പോൾ തിരൂർ പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ നമ്മളൊന്ന് കയറി നോക്കി. എന്താ പറയുക, മാഷാ അല്ലാഹ് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അഥവാ ഈ കൊറിയൻ ടൈപ്പ് അങ്ങനത്തതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നാൽ ഒരിക്കലും എന്താ പറയുക ഇതാവില്ല. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നല്ല ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനാവും. അപ്പോൾ യൂണിസെക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗേൾസിനായാലും ബോയ്സിനായാലും ഒരുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്സ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് പിന്നെ പെൺകുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. നമുക്ക് അവരുടെ ഡ്രസ്സ് നമ്മളിങ്ങനെ ജസ്റ്റ് എന്താ പറയുക, എത്ര എടുത്താലും നോക്കിയാൽ പോലും മതി വരാത്ത ടൈപ്പിലായിരിക്കും പെൺകുട്ടികൾ ഡ്രസ്സ്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ബോയ്സിൻ്റെതും. പല ടൈപ്പിൽ, പല മോഡലിൽ, പല വെറൈറ്റീസിൽ നമുക്കിപ്പോൾ അവർക്കും ഇറങ്ങുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ മക്കൾക്കും അവിടെ നിന്ന് എടുത്ത് 3 പേർക്കും അവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ കുറച്ച് മെമ്മറൈസൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ കഴിച്ച് നമുക്ക് ഇതിനിടയിൽ നമ്മൾ ദാഹിക്കുന്ന വെള്ളത്തിനൊക്കെ ഒരുപാട് നല്ലോണം ദാഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മെമ്മറൈസൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ ഇരുന്ന് കഴിച്ചു. എൻ്റെ നാത്തൂൻ്റെ മോനുണ്ട് കേട്ടോ എൻ്റെ കൂടെ, ഞങ്ങളെ കൂടെ നാത്തൂൻ്റെ മോൻ്റെ, അവൻ നമ്മൾ കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായപ്പോൾ. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പം വീണ്ടും ഫാമിലിയോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ചും കൂടെ പർച്ചേസിങ് കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഹസ്ബൻഡിന് അന്ന് വെള്ളിയാഴ്ച നമുക്ക് നിസ്കാരിക്കാൻ പോകുമ്പോൾ വെള്ള തുണി വേണ്ട, തുണിയും പിന്നെ ഹസ്ബൻഡിന് ഉപ്പാക്കും തുണിയും ഷർട്ടിൻ്റെ പീസാണ് വാങ്ങിക്കാറാത്തും എക്സ്ട്രാ ആ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുവാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുമല്ലോ നമ്മൾ തുണിയായാലും. പിന്നെ തുണിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം എടുക്കാനാണ്, സ്ഥിരമായിട്ട് തുണി എടുക്കുന്നവരാണെങ്കിലൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു തുണീൻ്റെ പ്രൈസ് കുറച്ചൊന്ന് ഞെട്ടിപ്പോയിട്ടോ. 3645 രൂപയാണ്. ഇതൊരു ബോക്സിലൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അത്രയും പൈസ കൊടുത്തിട്ട് തുണി വാങ്ങാൻ നമുക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലോട്ട് ഞാൻ വന്നപ്പോൾ നമ്മുടെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തില്ലേ, അതിവിടെ ബൈ 1 get 1 ഇട്ടിട്ടുണ്ട്. അതുപോലെ ബെഡ്ഷീറ്റും കംഫർട്ടർ സെറ്റൊക്കെ വരുന്നതിനൊക്കെ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തിരൂർ ഫാമിലിയിലാണ്. അത് റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്, ജസ്റ്റ് ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻസൊക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഹസ്ബൻഡ് അവിടെ ഉപ്പാക്കുള്ള ഷർട്ടും പീസൊക്കെ മുറിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ചില്ലറ ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിന് പിന്നെ സാവധാനം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് ബൈ.